മൊത്തത്തിൽ വെച്ചപ്പോ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉറങ്ങിയിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ എന്റെ വീട്ടിൽ ആന വന്നു. ഇതൊക്കെ അങ്ങനെ ആന കളഞ്ഞാണ്? ഇത് മൊത്തം ആന കളഞ്ഞതാണ്. എല്ലാ ദിവസവും ഈ പറമ്പിൽ ആന വരും. എല്ലാ ദിവസവും വന്നു. രാത്രിയിലും വന്നു. ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞതിന് മുന്നത്തെ രാത്രി മറിച്ചിരിക്കാൻ കണ്ട പച്ചപ്പ് കാണുന്നത് കിണി പിടിക്കട്ടെ എന്ന് കരുതിയാ. ഇത് പിടിക്കുവോ? പിടിക്കണ കാര്യം സമയം എന്നാലും നമുക്ക് നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ല. വളർത്തിയോണ്ട് ഇവിടെ ടൂറിസ്റ്റ് മേഖല കുറച്ച് ബിസിനസ്സുകാരും ഹോം സ്റ്റേ ലോഡ്ജുകാരും മാത്രം ജീവിച്ചാൽ പോരല്ലോ. നമുക്ക് കർഷകർ ഇവിടെ വേണ്ടേ? ഭക്ഷണം കൊടുക്കുന്നത് കർഷകരാണല്ലോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്കുള്ള പിള്ളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. വെറ്റിലപ്പാറയ്ക്കും അതിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു കർഷകൻ്റെ പറമ്പിൽ നിരവധി കൃഷിനാശം കാട്ടാനകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി പ്രദേശത്തെ എണ്ണപ്പനത്തോട്ടങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. അവിടെ ദൂരെ പുഴയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ സ്ഥിരം കാട്ടാനകൾ വരുന്നതാണ്. ഈ കാണുന്ന എണ്ണപ്പനയൊക്കെ ആന മറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റോഡാണ്. ആ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു വീടിൻ്റെ മുമ്പസ്ഥാനം നമ്മൾ നിൽക്കുന്നത് കണ്ടോ. മൊത്തം ഫെൻസിങ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഈ വീട്ടിൽ ഇവരുടെ പറമ്പിലൊക്കെ നിരവധി കൃഷിനാശമാണ് ആന വരുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് ആ കർഷകൻ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഇത് കറക്റ്റ് സ്ഥലം പിള്ളപ്പാറ അല്ലേ? എന്തായിട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? തൊട്ട് മുമ്പിൽ തന്നെ ഈ എണ്ണപ്പനം തോട്ടമൊക്കെ ഉള്ളത് അല്ലേ? അതന്നെ, ഈ തൊട്ട് മുന്നിൽ തന്നെയാണ് എണ്ണപ്പനത്തോട്ടം. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, സർക്കാർ ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. ഫെൻസിങ് ഇട്ടിട്ട് ഇവിടെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇത് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഫെൻസിങ് എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വനത്തിൽ നിന്ന് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസം വരും. വന്നു കഴിഞ്ഞാൽ എൻഡ് ചെയ്തിട്ടിരിക്കുന്നത് കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ശരിക്കും പറമ്പുകളിൽ കയറും. പറമ്പുകളിൽ ഇപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മളൊരു 5-6 പേര് മാത്രമേ ഉള്ളൂ ഈ ലൊക്കേഷനിൽ കൃഷി ചെയ്യുന്നവര്. ഇവിടെ പറയും ഞാൻ 2-3 ഫെൻസിങ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് വേറെ ഇട്ടിട്ടുണ്ട്. വേറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് കയറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തെ പറമ്പിൽ വന്നിട്ട് അവിടുത്തെ മരങ്ങൾ മറിച്ചിടേണ്ടത്. അപ്പൊ മരങ്ങൾ എങ്ങനെയായാലും ഈ സാധനം ഇതിനകത്ത് കയറും. അത് ഒരാനണി കയറൂല, ഇത് കൂട്ടമല്ലേ വരുന്നത്. ഈ കൂട്ടം വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എവിടെയെങ്കിലും ഒക്കെ തട്ടി ഈ സാധനം അങ്ങനെ കുത്തി മറിച്ചിട്ടാണ് കയറുന്നത്. കുത്തി കയറി കഴിഞ്ഞാൽ തെങ്ങുകൾ നശിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമില്ല. എത്ര തെങ്ങുണ്ടായിരുന്നു ഇവിടെ? ഏകദേശം 60-65 തെങ്ങുണ്ടായിരുന്നാണ്. ഇനിയിപ്പോ നിസ്സാരമുള്ളൂ, വളരെ നിസ്സാര തെങ്ങളുള്ളൂ. വളരെ നിസ്സാര തെങ്ങൾ, മറ്റതെല്ലാം കളഞ്ഞു. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ 10-65 തെങ്ങ് വെച്ച സമയത്ത് അതോടുകൂടി തന്നെ ഒരു 19 കശുമാവും വെച്ചു ഇതിനിടയ്ക്ക്. അപ്പൊ എന്താ ഈ തെങ്ങ് മൊത്തം തീർന്നു. ഇനിയിപ്പോ അത് കാരണം കശുമാവ് നിൽക്കുന്നുണ്ട് ഇവിടെ. കശുമാവ് കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും. തെങ്ങുകളൊക്കെ ഈ കാണുന്ന തെങ്ങിന്റെ ഒപ്പം വെച്ച തെങ്ങുകളാണ് ഇത്. ഇപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ 10 ദിവസമായി. അതെ, എന്നാലും കുറച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്നത് കാണാം. ഈ ഏരിയയില് കൂടുതൽ കൃഷിയുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കി പോയി. എല്ലാം ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ല. എന്താ താമസം വാടക കൊടുക്കുന്നത്? അത് വാടകയ്ക്ക്. പറമ്പ് പരിപാലിക്കാനായിട്ട് ഒരു മനസ്സ് വരുന്നില്ല. എനിക്ക് അതിനേക്കാൾ ഇത് എന്ത് പറമ്പാണത്? അത് കാലി ആ കാണുന്നത് മുഴുവൻ ആനകുത്തി മറിച്ചിരിക്കുന്ന. അത് കണ്ടോണ്ടാ ചോദിച്ചേ. അത് മൊത്തം ആനകുത്തി മറിച്ചിട്ടിരിക്കുന്നതാണ്. മറിച്ചിട്ടിരിക്കുകയാണ്. ഇത് ആരുടെ പറമ്പാ? ഇത് അവരുടെ. ഇതേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എക്സ്-സർവീസ്മെൻ കോളനിയാണ്. അപ്പൊ കോളനി അംഗം ഈ സ്ഥലം വിറ്റു. വിറ്റിപ്പോ വേറെ പല പാർട്ടികളും മനാകലയിൽ നിന്ന് വന്ന് ഇത് ഇവർക്ക് റിസോർട്ട് പണിയാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇത് മൊത്തം ആന കളഞ്ഞതാണ്. എല്ലാ ദിവസവും ഈ പറമ്പിൽ ആന വരും. എല്ലാ ദിവസവും ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞതിന് മുന്നത്തെ രാത്രി മറിച്ചിരിക്കാൻ കണ്ട പച്ചപ്പ് കാണുന്നത്. റോട്ടിൽ നേരെ കയറി വരും. ഇത് അതിരപ്പള്ളി റോഡ്. അതിരപ്പള്ളി റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഫെൻസിങ് ക്ലോസ് ചെയ്യുന്നത്.
തീരുന്ന സ്ഥലം ഏതാ? തീരുന്ന സ്ഥലം പിള്ളപ്പാറ. പിള്ളപ്പാറ 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 ക്ഷേത്രത്തിനടുത്ത് വെച്ചിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ അവസാനിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് കൂടിയാണ് കടന്നു പോരുന്നത്. ആ, ചേട്ടന് എക്സ് സർവീസ്? ആ, എൻ്റെ അച്ഛൻ എക്സ് സർവീസുകാരനായിരുന്നു. അച്ഛൻ മരിച്ചു പോയി. ഓഹോ. ഇത് മീൻകുളം. മീനുണ്ടോ? ആ, മീനുണ്ട്. ഇതൊക്കെ കളഞ്ഞ? ഇതിപ്പോ കളഞ്ഞതാണ്. ഇത് എനിക്ക് ഏറ്റവും സങ്കടം. കവുങ്ങ് കളഞ്ഞ? ആ, കവുങ്ങ് കളഞ്ഞത്. കപ്പ? ആ, ഇതൊക്കെ കളഞ്ഞിട്ടിരിക്കുന്നുണ്ടോ? അതിനേക്കാൾ അതിന്റെ ബാക്കിയല്ലേ ഇത്? എന്തോ അവിടുന്ന് ഇങ്ങനെ ആയിരിക്കും പൊളിച്ചു വരുന്നത് അല്ലേ? ആ, കാണിച്ചു തരാം. അതിൽ വന്നാണ്. ഇത് മട്ടോവ എന്ന് പറഞ്ഞിട്ടൊരു തോട്ടാണ്. അത് ആ സാധനം ചവിട്ടി ഓടിച്ചിട്ട് ഈ നേരെ കിടക്കുന്നതാണ്. കാഴ്ച മട്ടോവ. ആ, അത് അതിന്റെ പോർഷൻ ഞാൻ വെട്ടി മാറ്റിയതാണ്. ഓഹോ. ഉണങ്ങിപ്പോയിരിക്കും. കായുണ്ട്. കായൊക്കെ അരിഞ്ഞു പോയില്ലേ? ആ, ഇതെല്ലാം കായ്ക്കുന്നതാണ് കേട്ടോ. ഓരോന്നോരോന്നും കാണിച്ചു. ആ, ഇത് തെങ്ങിന്റെ. ആ, ഈ തെങ്ങ് അതിപ്പോ കളഞ്ഞതാണ്. അല്ലേ? ആ, ഇലയൊക്കെ ഉണങ്ങി വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, അത് ചവിട്ടി ഓടിച്ചിരിക്കണ അതിന്റെ മണ്ട. ഇത് 365 ദിവസം ചക്ക ഉള്ള പ്ലാവാണ്. ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വന്നപ്പോൾ ഇത് ചവിട്ടി ഓടിച്ചതാ. എന്നിട്ട് ചക്ക ഉണ്ടായിട്ടോ. ആ, കൊമ്പ് തറയെ മുറിച്ച് കളഞ്ഞു. ഇത് അടയ്ക്കാമരം. അതൊക്കെ ഫ്രൂട്ട്സുകളാണ് ഇതാ കാണുന്നതൊക്കെ. അതിൻ്റെ മുകളിൽ തട്ടി ഇത് ചവിട്ടി കളഞ്ഞതാണ്. ഞാൻ നിവർത്തി വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതുകൊണ്ട് ഇപ്പം പിടിക്കുന്നുണ്ട്. ഈ തെങ്ങിൻ്റെ കൂമ്പ് കളഞ്ഞല്ലേ? ആ, അത് കളഞ്ഞ്. ഇത് കളഞ്ഞു കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ കിടക്കുന്നു. പിന്നെ പൈപ്പ് ഒടിച്ച് കളഞ്ഞ് ചവിട്ടി കിടക്കുന്നു. 10 ദിവസം ആയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം മഴ പെയ്തായിരുന്നു? ഇല്ല, ഞാൻ നനയ്ക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതിയാ. വേണ്ട, ഇത് പിടിക്കുമോ? പിടിക്കണ കാര്യം സമയം. എന്നാലും നമുക്ക് നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ലല്ലേ? കഷ്ടപ്പെട്ട് വളർത്തിയോണ്ട്. ആ, ആണ് കർഷകന്റെ. എന്താ നടുക്കോടെ അത് ചവിട്ടി കളഞ്ഞത്. എന്നിട്ട് ഇപ്പൊ റെഡി ആയിക്കാണ്. ഈ സൈഡിലെ പോസ്റ്റ് എല്ലാം കളഞ്ഞു. ഓഹോ, മൊത്തം കളഞ്ഞത്. ഇതിലൊക്കെ പൊളിച്ചാൽ കയറുന്ന കേട്ടോ. ഇത്രയും ഫെൻസിങ് ഉണ്ടായിട്ടും അതും കളയുവാണ്. ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലേ? പക്ഷെ അത് ഇത് തെങ്ങ് ഒടിഞ്ഞു കളഞ്ഞത്. കയറ് കെട്ടിയിട്ടേക്കുന്ന. കയറ് കെട്ടി ഞാനൊന്ന് നിവർത്തി നോക്കിയതാ. കയറ് കെട്ടിയിട്ടേക്ക് കേട്ടോ, പോവാതിരിക്കാനായിട്ട്. അപ്പുറത്തെ പറമ്പിലോട്ട് നോക്കിയാലും സ്ഥിതി മറ്റൊന്നുമല്ല. ഇതാ തെങ്ങിൻ്റെ ദൂരം തെങ്ങ്. അതെന്ത് നാരകമെന്ന് അറിയില്ല. ഇതൊക്കെ ഇപ്പൊ കളഞ്ഞതാ. ഇതൊക്കെ എടുത്ത് കളഞ്ഞാൽ? ആ, ഇതെല്ലാം പൊളിച്ചിട്ടാണ് ഈ ആന കടന്നത്. ദൂരം അല്ലേ തെങ്ങും. അപ്പുറത്തെ പറമ്പിൽ നിന്ന് തീർത്ത് ഇങ്ങോട്ട് കയറും. ശരിക്കും പറഞ്ഞാൽ ഇത് ആനയ്ക്ക് തിന്നാൻ വളർത്തിയിട്ടേക്കുന്ന പോലെ അല്ലേ? അതെ. മിക്കവാറും കാഴ്ച തെങ്ങുകളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുത്തിമറിച്ചതാണ് കുഴിയിൽ ഇറങ്ങി കളഞ്ഞേക്കുന്നത്. രാത്രി തീയിടുന്നായിരിക്കും. ആ, ഇത് ഇപ്പം ഞാൻ ഈ കശുവണ്ടി ആയിട്ടുണ്ട്. അടുത്ത് തന്നെ അത് കളയാനായിരിക്കും വരുന്നത്. അത് കളയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിൽ വന്ന് കുലുക്കും. കശുവണ്ടി കളയും, അറിയാം. കശുവണ്ടി ആനയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇതെല്ലാം പോകും. ഇപ്പുറത്ത് ഇത് ഇവിടെ ആ, അത് 13 കളഞ്ഞു. 13 ആണല്ലേ? അത് വെട്ടിക്കളഞ്ഞതാ. അത് മയില്. അപ്പുറത്തെ പറമ്പിൽ ഇതേപോലെ കിടക്കണ്ടാ. ഇവിടുത്തെ തെങ്ങ് പോലെ തന്നെ അവിടെ മറിച്ചിട്ടിരിക്കുന്ന തെങ്ങ്. അത് കാര്യം ഇങ്ങോട്ട് കിടക്കാതെ വരാൻ പറ്റാതെ ആവുമ്പോഴേ അപ്പുറത്ത് വന്ന് കുത്തിമറിക്കാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കളഞ്ഞതാ. എല്ലാം കളഞ്ഞതല്ലേ? പിണ്ടം. നിങ്ങളിത് രാത്രി അറിയില്ലായിരിക്കും? ഇതറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാള്
ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് ആനയെ ഓടിക്കാൻ നമുക്ക് കഴിയുമോ? ഈ തെങ്ങ് കളഞ്ഞാലേ എല്ലാത്തിൻ്റെയും വണ്ട പോയി. ഇത് കശുമാവായിരിക്കും അല്ലേ? അത് കശുമാവ്. ഇത് ആന കുത്തി മറിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. കശുമാവട്ടെ ഇത്. അപ്പുറം വേറെ ഒരു കശുമാവ് കിടക്കുന്നു. ഇവിടെ ഒരു തെങ്ങ്. എങ്ങോട്ട് നോക്കിയാലും ഇത് തന്നെയല്ലേ? എവിടെ നോക്കിയാലും എന്തേ. നിങ്ങൾ ശരിക്കും പറഞ്ഞ മനസ്സുമടുത്തു. എനിക്കിങ്ങനെ ഈ കാണുന്ന കുഴികളില്ലേ, നമ്മൾ സ്ഥിരം ഇത് മൊത്തം തെങ്ങുകളായിരുന്നു. ഉണ്ടായിരുന്ന കുഴികളല്ലേ? അത്ര കുഴികളാ നോക്കി. കുഴികളൊക്കെ കാര്യമായിട്ട് കിടത്താം. ഇവിടെ ഒരു കുഴി, അവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, മുകളിൽ. നമ്മളെല്ലായിടത്തും ഇങ്ങനെ എടുക്കാൻ പോകുന്നുണ്ട്. ഈ ആളുകളുടെ വിഷമം നമുക്ക് പറയുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഒക്കെ എല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ നിൽക്കുന്ന തെങ്ങിൻ്റെ ഒക്കെ കളഞ്ഞു കേട്ടോ. കശുമാവ് കളഞ്ഞു. ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നായിരുന്നു കുഴിക്കകത്ത്. ഇത് പോയി. അവിടെ ഒരു ഇത് കളഞ്ഞതാ. തെങ്ങ് പോയതല്ലേ? ഇത് കളഞ്ഞതാണ്. അതൊക്കെ ഇത് കളഞ്ഞാലേ. ഇതേപോലെ കൂമ്പ് വലിച്ചു കഴിഞ്ഞാലേ പിന്നെ തെങ്ങ് കിട്ടില്ല. ഈ കൂമ്പ് വലിച്ചു കഴിഞ്ഞാൽ തെങ്ങ് കിട്ടില്ല. അത് പോവും. കൂമ്പ് പോയി കേട്ടോ. തെങ്ങ് പോയി. ഒടിച്ചില്ലേ അത് പോയാൽ മതി അല്ലേ? 13 എണ്ണം കളഞ്ഞപ്പോഴും. ആനയുടെ കാൽപ്പാട് കാണുന്നുണ്ടോ? വലിയ ആനയല്ലേ? വലിയ ആന. ഇങ്ങനത്തെ കൂമ്പെടുക്കില്ല അല്ലേ? ഉണ്ടായിരുന്നു, അതും പോയി. ഇത് കുത്തി മറിച്ചാണ് ആന. തെങ്ങിന്റെ കുഴി മാത്രമായിട്ട് കിടക്കും. ഇത് പിന്നെ അവിടെ ഒരു 3 റബ്ബർ. പിന്നെ അപ്പുറത്തെ 3 റബ്ബർ, വലിയ മരം. ഇതുണ്ടോ? അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ തെങ്ങ് വെക്കാൻ താല്പര്യപ്പെടാത്തതാണ് കാരണം. ശശി, നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞാലും കാര്യമില്ല. ഈ റബ്ബർ ഒടിച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് കിട്ടിയത്. അല്ല, ഇത് ഒടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയേ. ഈ റബ്ബർ ഒടിച്ചിട്ട് കേട്ടോ. അതാ ഇവിടെ ഫെൻസിങ് നിങ്ങൾക്ക് കാണാം. ഈ ഫെൻസിങ്ങിൻ്റെ പുറത്തോട്ട് ആ റബ്ബർ ഒടിച്ചിട്ട് ആണ് ഇതിലെയാണ് കയറിപ്പോയത്. അതേപോലെ തന്നെ അപ്പുറത്തൊരു 3-4 റബ്ബറും മറിച്ച് കളഞ്ഞല്ലേ? അതാണ് ഇതിൻ്റെ റബ്ബർ. ഇപ്പം അപ്പുറത്തെ പറമ്പ് ഒന്നും ചെയ്യാണ്ട് ഇവർ ഇട്ടേക്കും അല്ലേ? അല്ല, അത് റബ്ബർ വെട്ടുന്നുണ്ട്. ആരും വലിയ പൈസ താല്പര്യപ്പെടുന്നില്ലായിരിക്കും. ഇല്ല. വെറുതെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞ് നമുക്ക് കിട്ടാൻ യാതൊരു മാർഗമില്ല. കൂലി കൊടുക്കാതെ ഒന്നാമത് പണിക്കാരെ കിട്ടാനില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴും നമ്മളിവിടെ നിലനിൽക്കുന്നത്. ഇപ്പം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വേറെ പ്രശ്നം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ചേട്ടനോട് അണ്ടി ചെയ്യുന്ന കിട്ടി. ഈ തെങ്ങ് ആന കൊണ്ടുപോയെങ്കിലും പിന്നെ എനിക്ക് കിട്ടിയ വരുമാനം അതാണ്. എത്ര രൂപയുടെ? 15,000 കശുവണ്ടി കഴിഞ്ഞ പ്രാവശ്യം 2 മാവ് ഒടിച്ചു കളഞ്ഞാണ്, ചവിട്ടി ഒടിച്ചു കളഞ്ഞു. ഇനി വരണമെങ്കിൽ ഇതുപോലെ ഒടിച്ചു കളയുന്നത് നമുക്ക് യാതൊരു ഒരു പ്രതീക്ഷയില്ല. മാവിന്റെ ഇല തിന്നണ ആന. ഇതിന്റെ തൊലി പൊടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ചാർജുള്ളതാണ് രാത്രി സമയത്ത്. ഈ കമ്പികളിലൊക്കെ എല്ലാം ചാർജാണ്. ഇത് ചാർജുള്ളതാണ്. 2 കമ്പി പോയേക്കണുണ്ട് ആ മുകളിൽ. ഇതിന്റെ ഒപ്പം തന്നെ പോയേക്കണുണ്ട. അതിനപ്പുറത്തുണ്ട്. പറഞ്ഞു മനസ്സിലായി. കമ്പി മറിച്ചിട്ടാണ് കയറുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശശിധരൻ. എൻ്റെ വീട് പഞ്ചായത്ത് ഓഫീസിന്റെ മോൾ ഭാഗത്തായിരുന്നു. ഇത് കൂടാതെ അതിന്റെ മോൾ ഭാഗത്ത് കുറെ എക്സർവീസും കോളനിയുടെ കുറെ വട്ട വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ള സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവാണെങ്കിൽ കാണാൻ പറ്റും, സാധിക്കും. അപ്പോൾ അവിടെ അതിനകത്ത് മാൻ, പന്നി, പുലി, ആന ഇപ്പൊ പകലിൽ ആന ഇവിടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഈ ജനവാസ മേഖലയിലുള്ള ആനകളെ ഫോറസ്റ്റിന്റെ കുറച്ച് ആളുകളും വാഹനങ്ങളും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഡ്രോണൊക്കെ വെച്ച് കണ്ടുപിടിക്കാവുന്നൊരു സംവിധാനങ്ങളുണ്ടല്ലോ. അതൊക്കെ അത് വെച്ച് ആന നിൽക്കുന്ന സ്പോട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു കവചം ചെയ്തിട്ട് ഇതിനെ ഓടിപ്പിച്ച് പുഴ കടത്തി അക്കരയ്ക്ക് വിടാം. ഇപ്പൊ പുഴം തീരത്ത് ഫെൻസിങ് ഇട്ടിരുന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ജനകീയ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ട കാരണം അവര് അതിന്റെ അധികാരികൾ വന്ന് അതിന് നടപടിയെടുത്ത് ഫെൻസിങ് ഇട്ട് ഇപ്പൊ ആ ഫെൻസിങ് ഇട്ട ഭാഗത്ത് കൂടെ ആന കിടക്കുന്നില്ല. അപ്പൊ ഇതില് ചില പഴുതുകളുണ്ട്. ഇപ്പൊ തോട് പോകുന്ന ഭാഗത്ത് ഉയരത്തിലെ ഫെൻസിങ് കിട്ടും. അപ്പൊ അതിന്റെ ഈ ചോടയിൽ കൂടെ ആന ഞൂണ്ട് കിടക്കും.
പിന്നെ കുറച്ച് സ്ഥലം ഫില്ല് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അതിലാണ് ആന വന്നത്. അപ്പോൾ ഈ ആന വന്നിട്ട് ആനയ്ക്ക് ഇത് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ അവർ നീക്കം ചെയ്തു. അപ്പോൾ അത് കാരണം അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ 4 ഭാഗത്തും കറക്റ്റായിട്ട് ഫെൻസിങ് ഇട്ട് പ്രവർത്തനം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നിർത്താൻ പറ്റും. പിന്നെ അത് കൂടാതെ ഈ ഫെൻസിങ്ങിൻ്റെ സൈഡിൽ ഒരു ചെറിയ റോഡ് വെട്ടാം. എന്നിട്ട് രാവിലെ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ബൈക്കിങ്ങിൽ ഓടിച്ചു പോകുന്ന സംവിധാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഡെയിലി രാവിലെ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ഏസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മുഴുവൻ സ്ഥലങ്ങളും ഫെൻസിങ് നല്ല ഹാങ് ഫെൻസിങ് ഇട്ടിട്ട് അതിൽ ഫുൾ ഡ്യൂട്ടിക്ക് ആളെ വിടാം. പിന്നെ ഇവിടെ നിലവിലുള്ള ആനകളെ ഇവിടെ നിന്ന് കയറ്റി അവരുടെ സ്ഥലത്തേക്ക് വിടാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആന വരവ് നിൽക്കും. ഇപ്പോൾ ഫെൻസിങ് ഇട്ടതിൻ്റെ ശേഷം ആനകൾ വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു 3-4 എണ്ണം കിടന്ന് നടക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അത് നിൽക്കുക, അതാണ് ഈ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും, ഈ പറമ്പിൽ കയറും, അത് കഴിഞ്ഞ് അടുത്ത പറമ്പിൽ കയറും, പിന്നെ അപ്പുറത്തെ പറമ്പിൽ കയറും. അപ്പോൾ ഓടിച്ചു കഴിയുമ്പോൾ നേരെ കാട്ടിലേക്ക് കയറും. പിന്നെ മലഭാഗത്തൊന്നും ഫെൻസിങ് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾ കറക്റ്റായിട്ട് ഫെൻസിങ് ഇട്ട് അതോടൊപ്പം കാട്ടിൽ ആനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ നട്ടു. വല്ല പ്ലാവ്, പന, അങ്ങനെ. ഇപ്പോൾ എണ്ണപ്പനയൊക്കെ ചുമ്മാ കൊണ്ടിട്ടാൽ ഈ സാധനം പൊടിച്ച് വലുതായിക്കോളും. അത് നട്ടുപിടിപ്പിക്കുക. പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ടാങ്ക് കെട്ടി ശേഖരിക്കുക. ഇത്തരം പ്രവൃത്തികൾ എന്ന് കഴിഞ്ഞാൽ സംഗതി ഇവിടെ കാര്യങ്ങൾ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇതിൻ്റെ അധികാരികൾ ഉള്ളത്. പിന്നെ ഇവിടെ എന്തായാലും കർഷകർ ഇവിടെ സഹകരിച്ച് സംഘടിച്ചേ മതിയാവും. അല്ലെങ്കിൽ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഇവിടെ ടൂറിസ്റ്റ് മേഖല, കുറച്ച് ബിസിനസ്സുകാരും ഹോം സ്റ്റേ ലോഡ്ജുകാരും മാത്രം ജീവിച്ചാൽ പോരല്ലോ. നമുക്ക് കർഷകർ ഇവിടെ വേണ്ടേ? ഭക്ഷണം കൊടുക്കുന്നത് കർഷകരാണല്ലോ. അപ്പോൾ അവന് പ്രാധാന്യം കൊടുത്ത് അവനെ വേണ്ട ഇതിൽ പ്രോത്സാഹിപ്പിച്ച് കൃഷി ചെയ്തെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ജനങ്ങൾക്കുടെ ആരോഗ്യത്തിനും സമൂഹത്തിനും കർഷകൻ നമ്മുടെ ഈ നാടിൻ്റെയും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിത. അപ്പോൾ അതെല്ലാ അധികാരികളും കണ്ട് പ്രവർത്തിച്ച് കാര്യക്ഷമമാക്കിയാൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ? മൊത്തത്തിൽ വെച്ചപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉറങ്ങിയിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. ഇപ്പം ഇന്നലെ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ആന വന്നു. കശുമാവ് ഒന്നും തിന്നാറില്ല, കശുമാവിൻ്റെ തൊലി വരെ തിന്നു തുടങ്ങി. പിന്നെ ഇത് ഇപ്പം ഒരു ആന ഈ പ്രദേശത്ത് കിടന്ന് നടക്കണ ആന വെച്ചാൽ ആനയ്ക്ക് എന്തോ മതം പൊട്ട എന്തോ ഭ്രാന്തിൻ്റെ ലക്ഷണമൊന്നും സംശയമുണ്ട്. ഈ ആന വരുന്ന മണ്ണെടുത്ത് വീഴ്ക്കുക, കല്ലെടുത്ത് വീഴ്ക്കുക, മരത്തിൻ്റെ കൊമ്പൊടിച്ച് വീഴ്ക്കുക, പിന്നെ ഒരു ജാതി പ്രത്യേക സൗണ്ടുകൾ പുറപ്പെടുവിക്കുക. പിന്നെ നമ്മൾ പന്തങ്ങൾ ചെല്ലുമ്പോൾ ആന നമ്മളെ ആക്രമിക്കാൻ വരാൻ ഓടിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. എന്തായാലും സീരിയസ് ആയിട്ട് ഈ കുഴപ്പക്കാരൻ ആനേനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം മാറ്റിയില്ലെങ്കിൽ ഇവിടെ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. അത് ഇപ്പം എനിക്ക് അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആന എന്നെ ഒരു 3-4 പ്രാവശ്യം ആന ഓടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തുകാരനായാലും നമ്മൾ ബുദ്ധിപരമായിട്ട് വട്ടം ഓടിയും വല്ല കുഴിയിലിറങ്ങിയിരുന്ന് അങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെടുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് ആന എന്നെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് അങ്ങനെ മണ്ണ് കുത്തി കുഴി ഉണ്ടാക്കാറ്റ് ആ മണ്ണെടുത്ത് വെക്കുക, അതിലൂടെ കല്ലുണ്ണി എടുത്ത് വെക്കുക. ഇതാണ് ആന. പണ്ട് വെച്ചാൽ ആനേനെ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മൾ പന്തം കാണിച്ച ആന പോവും. ഇപ്പം മറിച്ച് നമ്മളെ ആക്രമിക്കാൻ വരാം. അപ്പോൾ ഒരു നിലയ്ക്കും ഇവിടെ കൃഷി ചെയ്യാനും പറ്റില്ല, ജീവിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുക. ഇവിടെയൊക്കെ കൃഷികളുണ്ടായിരുന്നു. അതൊക്കെ ആന പിടിച്ചതാ. ഏത് പറമ്പിൽ നോക്കിയാലും ഇതുപോലത്തെ ഉണ്ടല്ലേ? ഇവിടെ അപ്പുറത്തെ ആന, അത് അവിടുത്തെ അതൊക്കെ മാങ്ങകളൊക്കെ മോളിൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നല്ലേ? ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആ പറമ്പിൽ നമ്മൾ പോയി. വളരെ ദാരുണമായ അവസ്ഥയാണ്. ഇത് നമ്മൾ ഈ പ്രദേശത്ത് വന്ന് അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്രദേശത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതുപോലത്തെ കള്ള കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ. ഒരു തോട്ടത്തിലും ആന ഒഴിവാക്കുന്നില്ല, എല്ലാ തോട്ടവും ആന ഒഴിവാക്കാതെ തന്നെ കയറുന്നുണ്ട്. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് മൊത്തം തീരും കേട്ടോ. എല്ലാവരും ഈ പരിപാടി നിർത്തും. അതിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമല്ല, അതിൻ്റെയൊക്കെ നല്ല സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയെങ്കിലും
ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ണു തുറന്നില്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ കാണുകയില്ല. പിന്നെ നമ്മളെല്ലാം മൊത്തത്തിൽ നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ സ്റ്റേറ്റായി മാറി. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിരപ്പള്ളി മറ്റ് പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും നമ്മൾ കുറച്ച് എപ്പിസോഡുകളും കൂടെ വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.